ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. എന്താണ് വെള്ളിയാഴ്ചക്ക് ഇതുവരെ ഇല്ലാത്തൊരു പ്രത്യേകത എന്നല്ലേ പറഞ്ഞു തരാം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ ഒമാനിലെത്തിയിട്ട് ഇന്നേക്കൊരു 10 ദിവസം. പ്രവാസികൾക്ക് ഏതാണ്ട് പിടികിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്താണ് പ്രത്യേകത എന്ന്. GCC മലയാളികളുടെ ഒഫീഷ്യൽ ബിരിയാണി ഡേ ആണ് ഫ്രൈഡേ. കൂട്ടത്തിൽ പ്രവാസി ഭാര്യമാരുടെ ഇഷ്ട ദിവസം കൂടിയായിരിക്കും ഫ്രൈഡേ. കാരണം അന്ന് ബ്രേക്ക്ഫാസ്റ്റും വേണ്ട, ഡിന്നറും നീട്ടി വലിച്ചൊരു ബിരിയാണി. ഉച്ചയോടുകൂടി കിച്ചൺ ക്ലാസ്. ഹബീബിയുടെ ഈ ഓർമ്മപ്പെടുത്തലിന് പിന്നിൽ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒരു 5-6 കൊല്ലം മുന്നേ ഞാൻ ആദ്യമായിട്ട് വിസിറ്റിംഗ് വിസയില് ഒമാനിൽ കാലുകുത്തിയ സമയം. നമ്മൾ ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ, ഇവരുടെ രീതികളും കൾച്ചറൊക്കെ നമ്മളൊന്ന് പഠിച്ചു വരുന്നതൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇരിക്കെ ഒരു വെള്ളിയാഴ്ച ദിവസം വന്നിട്ട് 10-20 കൊല്ലം നാട്ടിൽ ജീവിച്ച എനിക്കിതെന്ത് വെള്ളിയാഴ്ച എന്ത് ഞായറാഴ്ച, എല്ലാ ദിവസവും ഒരുപോലെ അല്ലെ. അങ്ങനെ വെള്ളിയാഴ്ചയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. അന്ന് ഞാൻ ഉണ്ടാക്കിയ ഫുഡോ കഞ്ഞി. ജുമുഅൻ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വയറ് വാടകയ്ക്കെടുത്ത് ബിരിയാണി കഴിക്കാം എന്നുള്ള മോഹത്തിൽ വരുന്ന എന്റെ ഹബീബിയുടെ മുന്നിൽ ഞാൻ വെച്ച് നീട്ടി കഞ്ഞി. ഒരു നെടുവീർപ്പോടെയാണ് അന്ന് ഹബീബി ആ കഞ്ഞി കുടിച്ചു തീർത്തത്. കൂട്ടത്തിൽ ഒരു മാസ് ഡയലോഗും. 10 വർഷത്തിന്റെ പ്രവാസ ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാണ് വെള്ളിയാഴ്ച ദിവസം എനിക്ക് കഞ്ഞി കുടിക്കേണ്ട ഒരു ഗതികേട് വന്നത്. ആ ഒരൊറ്റ ഡയലോഗിലാണ് വെള്ളിയാഴ്ച ദിവസത്തെ ബിരിയാണിയുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എത്ര ആലോചിച്ചിട്ടും ഇതിന്റെ ഒരു സയന്റിഫിക് വശം എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഇന്ന് വരെയും ഫ്രൈഡേ ആവുമ്പോൾ ഫനു ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ എന്നൊരു ഓർമ്മപ്പെടുത്തൽ പതിവായി. അങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞ് എന്റെ ബിരിയാണി ഇവിടെ റെഡിയാണ്. ഇന്ന് വെറും ബിരിയാണി ആയിരുന്നില്ല, പാലക്കാടൻ റാവുത്തർ ബിരിയാണി ആയിരുന്നു. അരിയുടെ വേവ് കുറഞ്ഞു എന്നുള്ളൊരു ചെറിയ പ്രശ്നം മാറ്റിവെച്ച ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഇതൊരു യൂട്യൂബ് റെസിപ്പിയാണ്, വേണ്ടവർ യൂട്യൂബിൽ കയറി ചെക്ക് ചെയ്യാം. ബിരിയാണിയൊക്കെ കഴിച്ച് ദമ്മായില്ലേ, ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ. ചിലപ്പോ ഓഫ് ഡേ ബിരിയാണിയൊക്കെ കഴിച്ച് ദമ്മായി കിട്ടുന്ന ആ ഒരു ഉറക്കം ഉണ്ടല്ലോ, അതായിരിക്കും അല്ലേ ഫ്രൈഡേ ബിരിയാണിയുടെ സയന്റിഫിക് വശം.